A1 ഇക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ഇക്കണോമിക്സിൻ്റെ വീഡിയോസ് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്കാണത്. അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളും വാർഷിക പദ്ധതികളും ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞു. അത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കാർഷിക മേഖല വളരെയേറെ സ്തംഭനാവസ്ഥയിലായിരുന്നു. അതിൻ്റെ റീസൺസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് കാർഷിക രംഗത്തുണ്ടായ മാറ്റം ഒന്നാമത്തേത് ഭൂപരിഷ്കരണമാണ്. അതായത് ഇൻ്റർമീഡിയറീസിനെ, അതായത് മധ്യവർത്തികളെയൊക്കെ ഒഴിവാക്കി സെമീന്ദാരി സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ ചൂഷണാത്മകമായിരുന്നു. അപ്പോൾ ആ മധ്യവർത്തികളെ ഒഴിവാക്കാനായിട്ട് പഞ്ചവത്സര പദ്ധതി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഭൂപരിധി നിശ്ചയിക്കൽ. ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ചു. അതിൽ കൂടുതൽ ഭൂമി ഒരു വ്യക്തി കൈവശം വെച്ചാൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് ഭൂമിയില്ലാത്തവർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം. അതാണ് ഭൂപരിധി നിശ്ചയിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളതാണ് ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം? അത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമൻ ബെർലോങ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് നാൾ മുമ്പ്, 2 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞതാണ്. പേപ്പറിലൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്? ഹരിത വിപ്ലവത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ട്രാക്ടറുകളും പമ്പ് സെറ്റുകളും ഒക്കെ ഉപയോഗിച്ചിട്ട്, ആധുനിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കാർഷിക രംഗത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. അതാണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്? ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കാനായിട്ട് ഹരിത വിപ്ലവം കൊണ്ട് സാധിച്ചു. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം ഇല്ലാതായി. ഭക്ഷ്യവസ്തുക്കളുടെ വില വളരെയേറെ കുറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതിൻ്റെ ഗുണങ്ങളായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഹരിത വിപ്ലവം വൻകിട കർഷകരെയും ചെറുകിട കർഷകരെയും തമ്മിലുള്ള അന്തരം കൂട്ടാനായിട്ട് കാരണമായി തീർന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കാർഷിക വായ്പകൾ അവർക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. സബ്സിഡിയൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ധനിക കർഷകർക്കാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ ഇത് ഗോതമ്പിൻ്റെ ഉൽപ്പാദനമാണ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ വീറ്റ് റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഹരിത വിപ്ലവത്തിൻ്റെ റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് സബ്സിഡി വിവാദം. സബ്സിഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സബ്സിഡി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സബ്സിഡി കിട്ടി, അതായത് വിത്തുകൾക്ക് സബ്സിഡി കിട്ടി, രാസവളങ്ങൾക്ക്, വൈദ്യുതിക്കൊക്കെ സബ്സിഡി കിട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് വിലയിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് വസ്തുക്കൾ ലഭ്യമാക്കുക. അപ്പോൾ ആ കുറഞ്ഞ വില എന്ന് പറയുന്നത്, അതിന് ബാലൻസ് വില കൊടുക്കുന്നത് ആരാണ്? അത് ഗവൺമെൻറ്റാണ് പേ ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിത്തുകൾ, രാസവളങ്ങൾ, വൈദ്യുതി യന്ത്രങ്ങളൊക്കെ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. അത് കർഷകർക്ക് ഒരു പരിധിവരെ വളരെയേറെ പ്രയോജനകരമാണ്. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു യന്ത്രം, കാർഷിക യന്ത്രം വാങ്ങിക്കുമ്പോൾ ഒരു 20%, 20% സബ്സിഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 40,000 രൂപ അത് അയാൾക്ക് സബ്സിഡി കിട്ടി, അല്ലെങ്കിൽ അത് അടയ്ക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. അത് വളരെയേറെ പ്രയോജനപ്രദമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ്? പ്രതികൂലിക്കുന്നവർ പറയുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ്? അനുകൂലിക്കുന്നവർ പറയുന്നത് സബ്സിഡി വളരെയേറെ നല്ലതാണ്. കാർഷിക യന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ നവീന രീതിയിലുള്ള കാർഷിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനൊക്കെ സബ്സിഡി വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം കാർഷിക യന്ത്രങ്ങൾ, രാസവളങ്ങൾ, പമ്പ് സെറ്റുകൾ, അതുപോലെ തന്നെ വിത്തുകളൊക്കെ കൊടുക്കുമ്പോൾ അത് അവർക്ക് വളരെയേറെ പ്രയോജനകരമാണ്. അതുപോലെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സബ്സിഡി വളരെ ആശ്വാസമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കൃഷിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനായിട്ട് സബ്സിഡി വളരെയേറെ സഹായകമാണ്. അതുപോലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സബ്സിഡി കാരണമായിത്തീരുന്നു. ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായിട്ട് സബ്സിഡി കാരണമായിത്തീരുന്നു എന്നാണ് സബ്സിഡിയെ അനുകൂലിക്കുന്നവർ പറയുന്ന വാദമുഖങ്ങൾ. അതുപോലെ പ്രതികൂലിക്കുന്നവർ പറയുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ്?
പുതിയ സാങ്കേതികവിദ്യ കൃഷി രീതിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം പ്രധാനമായിട്ട് ലഭിക്കുന്നത് ധനിക കർഷകർക്കാണ്, അല്ലെങ്കിൽ ഒരുപാട് ഭൂമിയുള്ളവർക്കാണ്. ചെറിയ കർഷകർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എന്നാണ് ഇതിനെ പ്രതികൂലിക്കുന്നവർ പറയുന്ന ഒന്നാമത്തെ വാദമുഖം. അതുപോലെ തന്നെ രാസവള സബ്സിഡിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സബ്സിഡിയുടെ ഗുണം ലഭിക്കുന്നത് രാസവളം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആളുകൾക്കാണ്, അതായത് കർഷകർക്കല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സബ്സിഡി നൽകുന്നതിൽ ഗവൺമെൻറ് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു, അത് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇതിനെ പ്രതികൂലിക്കുന്നവർ പറയുന്ന മറ്റൊരു വാദമുഖം. അപ്പോൾ എന്താണ് സബ്സിഡി, ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ്, പ്രതികൂലിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വ്യവസായവും വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ പ്രധാനം ഇന്ത്യയിലെ പുതിയ വ്യവസായ നയം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരംഭിച്ച അല്ലെങ്കിൽ നടപ്പാക്കിയത് 1956 ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 1956 വ്യവസായ നയത്തിലെ മൊത്തം വ്യവസായത്തിനെ 3 തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പൂർണ്ണമായി സർക്കാർ ഉടമസ്ഥതയിലിരിക്കേണ്ട വ്യവസായങ്ങളെന്നും, രണ്ടാമത്തേത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ആരംഭിക്കുന്ന വ്യവസായങ്ങളെന്നും, മൂന്നാമത്തേത് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. ഇങ്ങനെ 3 വ്യവസായങ്ങളെ തിരിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങളുടെ പ്രവർത്തനം സർക്കാരിൻ്റെ കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. ലൈസൻസിങ് സംവിധാനത്തിലൂടെയാണ് ഈ നിയന്ത്രണം നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ പെർമിറ്റ് ലൈസൻസ് രാജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വ്യവസായ നയം എന്നാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഇപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 1956. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതുമായിട്ടൊരു ക്വസ്റ്റ്യനാണ് ചെറുകിട വ്യവസായങ്ങൾ. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ പേര് കാർവേ കമ്മിറ്റി. വില്യം കാർവേ അധ്യക്ഷനായുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1955. ഗ്രാമങ്ങളുടെ വികസനം സാധ്യമാക്കുക, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെറുകിട വ്യവസായങ്ങളുടെ മേന്മകൾ എന്താണ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ചെറുകിട വ്യവസായങ്ങൾ തൊഴിൽ വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായി തരുന്നു. ഒരുപാട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ചെറുകിട വ്യവസായങ്ങൾ കാരണമായി തരുന്നു. അടുത്തതായിട്ട് പറയുന്നത് ഇതിന് കുറച്ച് മൂലധനം മാത്രം മതി. അടുത്ത പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായകമായി തീരുന്നു. അതേപോലെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനായിട്ട്, വൻകിട വ്യവസായങ്ങളാണെങ്കിൽ ഒരുപാട് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ കാരണമായി തീരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയെ ആണ് അസംസ്കൃത വസ്തുക്കൾ, ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. അപ്പോൾ കൃഷിയുടെ അഭിവൃദ്ധിക്ക് ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ച കാരണമായി തീരും. ഇതാണ് ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചെറുകിട വ്യവസായങ്ങളുടെ മേന്മകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇറക്കുമതി പ്രതിസ്ഥാപനം അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇറക്കുമതി പ്രതിസ്ഥാപനം? ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരം നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതാണ് ഇറക്കുമതി ബദൽ അല്ലെങ്കിൽ ഇറക്കുമതി പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്താണോ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരും. ഒപ്പം തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിക്കും. ഒപ്പം തന്നെ ആളുകളുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു വസ്തുക്കളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും മറ്റു വസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇറക്കുമതി പ്രതിസ്ഥാപനം രാജ്യത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? 2 രീതിയിലാണ്. താരിഫ് ആൻഡ് കോട്ട. താരിഫ് എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയാണ്. കോട്ട എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവിലോ തൂക്കത്തിലോ വരുത്തുന്ന നിയന്ത്രണമാണ്. അപ്പോൾ താരിഫ് എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ബ്രിട്ടനിൽ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആ സംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇറക്കുമതി ബദൽ ഏർപ്പെടുത്തുമ്പോൾ വരുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മെഷീൻ മെയ്ഡ് ഐറ്റമായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മെഷീൻ മെയ്ഡ് അല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് വില കൂടുതലാകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ വ്യവസായങ്ങൾ ബ്രിട്ടനിലെ വ്യവസായങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ വ്യവസായങ്ങൾ നാമാവിശേഷമായതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ബാഗ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ആ ബാഗ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് ബാഗ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് 500 രൂപയാണ് ചിലവാകുന്നത്. ബ്രിട്ടനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് 450 രൂപയാണ് വില. സ്വാഭാവികമായിട്ട് രണ്ടിൻ്റെയും ക്വാളിറ്റി ഒരുപോലെയാണെങ്കിൽ 450 രൂപയ്ക്ക് ബ്രിട്ടനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാകുന്നത്. പക്ഷേ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ 450 രൂപയുടെ ബ്രിട്ടനിലെ ബാഗിന് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഇവിടെ ഒരു താരിഫ് അല്ലെങ്കിൽ ടാക്സ് ഏർപ്പെടുത്തി 100 രൂപ ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ ആ ബാഗിന് വരുന്ന വില എന്ന് പറയുന്നത് 550 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ബാഗിന് 500 രൂപയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ബാഗ് ആളുകൾ വാങ്ങിക്കാൻ തയ്യാറാവുകയുള്ളൂ. ഈ രീതിയിലാണ് താരിഫ് ഇമ്പോസ് ചെയ്തിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇറക്കുമതി ബദൽ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്. പിന്നെ രണ്ടാമത്തേതാണ് കോട്ട. കോട്ട എന്ന് പറയുന്ന അളവിലെ തൂക്കത്തിൽ വരുത്തുന്ന നിയന്ത്രണമാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇറക്കുമതി ചെയ്യുന്നതിന് യാതൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. 1000 ബാഗ് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ബാഗുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കും. അപ്പോൾ അവിടെ അളവിൽ നിയന്ത്രണം വരികയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു ആണെങ്കിൽ അതിന് കിലോയിൽ ഇത്ര കിലോയെ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നിയന്ത്രണം വന്നു. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് താരിഫും കോട്ടയും ഉപയോഗിച്ച് ഇറക്കുമതി ബദൽ സാധ്യമാക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ ഇന്ത്യയുടെ കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഭൂപരിധി നിശ്ചയിക്കൽ, അതുപോലെ തന്നെ ഹരിത വിപ്ലവം നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ എന്താണ് ഇറക്കുമതി ബദൽ, പിന്നെ ഇറക്കുമതി ബദൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചെറുകിട വ്യവസായങ്ങളുടെ മേന്മകൾ എന്തൊക്കെയാണ്, അതുപോലെ 1956 വ്യവസായ നയം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സബ്സിഡി വിവാദം അതിനെ അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നതിനും പറയുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും കമൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് മനസ്സിലാവായികൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ അതും സജസ്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.